നമ്മൾ ഇന്ന് പോകുന്നത് നോയമ്പ് കുറിക്കാൻ വേണ്ടി പോവുക. ഏകദേശം 6 കാലമായിട്ടുണ്ട്. നമ്മളെ കൂടെ നമ്മളെ ഒരു പാകിസ്ഥാൻകാരൻ താരമുണ്ട്. എന്തുവായിരുന്നു എൻ്റെ പേര്? ബാരോ. ചുമ്മാ കേസ്. ഇവൻ്റെ പേരാണ് സെയ്ദ് അഫ്രീദ് കേട്ടോ. അഫ്രീദ്, അതായത് ഇവരെ വാപ്പാക്ക് പാകിസ്ഥാനായ അഫ്രീദിനെ ഭയങ്കര ഇഷ്ടമാണ്, കാര്യമാണ് അല്ലടാ. അത് കാരണം കൊണ്ട് ഇട്ട പേരാണ് സെയ്ദ് അഫ്രീദ്. അപ്പോൾ നമ്മൾ പോണ കരാമ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. ഈ 4 ചുറ്റിനും പള്ളികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു പള്ളിയിലാണ്, നേരെ കാണുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. ഇവരാദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. കാര്യം ഇപ്പോൾ വന്നേ ഉള്ളൂ, ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, ഫുള്ളും മ്യൂട്ടഡായിരിക്കും. അപ്പം നമ്മുടെ ഫ്രെയിമിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. അവിടെ നമ്മൾ എപ്പോഴും പോയി മുറിക്കുന്ന സ്ഥലം അവിടെ. അപ്പോൾ ചേഞ്ചിങ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അവിടുത്തെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അവിടുത്തെ നിങ്ങൾ റീലൊക്കെ ഞാൻ ചെറിയൊരു റീൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ റീൽ ആഡ് ചെയ്യാം അതിൻ്റെ അകത്തും കൂടെ. അവിടെ അടിപൊളിയാണ്. ഇവിടെ എല്ലാ പള്ളിയിലും കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് കിറ്റ് കിട്ടുന്ന പള്ളിയുണ്ട് അല്ലേടാ, അത് ആ ഒരു സൈഡിലായിട്ടുള്ള പള്ളിയാണ്. അവിടെ നമുക്ക് കിറ്റ് കിട്ടും. അവിടെ നിന്ന് കിറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് അവിടെ ഇരുന്ന് കഴിക്കാം. 4 തട്ടിലൊക്കെ ഒരു തട്ട് ഇട്ട് തരും. 4 പേർക്ക് ഇരുന്ന് കഴിക്കാം. നല്ല ക്വാണ്ടിറ്റിയാണ്. ഇത് ചിക്കൻ നമ്മൾ ഫ്രെയിമിൻ്റെ അടുത്താണെങ്കിൽ പ്രോട്ടീൻ, ഫ്രെയിമിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഒരു ദിവസം ചിക്കൻ ആണെങ്കിൽ അടുത്ത ദിവസം ബീഫായിരിക്കും, അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ വേറെ സെബീൽ പള്ളി ഉണ്ടല്ലേ, സെബീൽ പള്ളിയിൽ പോയി കഴിച്ചപ്പം അവിടെ ഒരു സമയത്ത് ചിക്കൻ ആണെങ്കിൽ അടുത്ത സമയത്ത് അത് മട്ടനാണ് കേട്ടോ. ഇന്നിപ്പോൾ മട്ടനാണ്. നമുക്ക് പോകാൻ നമ്മുടെ ചെറുക്കൻ അങ്ങ് എവിടെ പോയിരിക്കുകയാണ് കഴിച്ച്. അവൻ അബുദാബി പോയിരിക്കുക. അവൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം വണ്ടിയില്ല, കുറേ പോകണം. ഇവിടെ 4.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ പോകും. ഇന്നവിടെ മട്ടനാണ്. അപ്പോൾ കഴിച്ച് എങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ കുറേ ലിസ്റ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നേരെ നമ്മൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള, അതായത് കരാമ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അതായത് അവിടെ നമുക്ക് ഒരു ചിക്കനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റി, വയറ് നിറയും. അതാണ് എല്ലാത്തിനും നല്ല വയറ് നിറച്ചായിട്ട് നമുക്ക് തരുന്നത്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാ പള്ളിയിലും. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ക്രോസ് ചെയ്യാനുണ്ട്. ക്രോസ് ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടില്ല, അത് ഞാൻ പറയാം. അപ്പോൾ ക്രോസ് ചെയ്ത് അകത്ത് കയറിയിട്ട് ഇപ്പോൾ അവിടെ ആൾക്കാർ ഇരിക്കുന്നു തുടങ്ങി. അവിടെയാണ് ആ സെക്ഷനിലായിട്ട്. എന്തായാലും അങ്ങോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഞാൻ ഇനി ക്രോസ് ചെയ്യുമ്പം സംസാരിച്ച് ചില ഫൈൻ അടിച്ചാൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ പിന്നെ അവിടെ സിഗ്നൽ ആവണം. ആ ക്രോസ് ചെയ്ത് നമ്മൾ അവിടെ ഉണ്ട് പള്ളി. നമ്മുടെ പള്ളി അതാണ് കേട്ടോ. ആ പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ പള്ളി വെച്ചിട്ടില്ല. ആദ്യമൊക്കെ പള്ളിയിൽ വെച്ചായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഇതാണ് പോസ്റ്റ് ഓഫീസ് കിടക്കുന്നത് കേട്ടോ. കരാമ പോസ്റ്റ് ഓഫീസാണ് ഇവിടെ. ഇവിടെ ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് എടുക്കാം. കരാമ പോസ്റ്റ് ഓഫീസ് അവിടെ ഒന്ന് ഇറങ്ങുക. ആ പോസ്റ്റ് ഓഫീസിൻ്റെ അകത്ത് കാർ പാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് സീറ്റ് ഇട്ടേക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. നല്ല വയറ് നിറച്ച് ഫുഡ് കിട്ടുകയും ചെയ്യും. എല്ലാ സാധനങ്ങളും ഉണ്ട്. ആപ്പിൾ, ഓറഞ്ച്, ഇങ്ങനെയുള്ള. ആപ്പിൾ, ഓറഞ്ച് ഇവിടെ കിട്ടത്തില്ല കേട്ടോ. ആപ്പിൾ, ഓറഞ്ച് കിട്ടണമെങ്കിൽ വേറെ പള്ളിയുണ്ട്. ഇവിടെ നമുക്ക് മറ്റേ 11 അങ്ങനെയുള്ള സാധനം. ഞാൻ എൻ്റെ അതിൽ അകത്ത് കയറിയിട്ട് കാണിച്ചത്. നല്ല വയറ് നിറച്ച് കിട്ടാനുള്ള ഫുഡ് പറ്റും. അതാണ് മെയിൻ. ഇവിടെ പ്ലെയിൻ പൊങ്ങുന്നുണ്ടോ. ഇവിടെ 2 മിനിറ്റ് കൂടുമ്പോഴാണ് പ്ലെയിൻ. അതൊക്കെ നമുക്ക് ഫോളോ സിഗ്നലായിട്ടുണ്ട്. നമ്മളിനി ഇറങ്ങണം. സിഗ്നലയക്കാൻ ഇറങ്ങുന്ന ഇറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെയാണ്. സബീൽ പാർക്കാണ് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പം നമുക്ക് നല്ല രീതിയിലൊരു മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷം വന്നിരിക്കുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. 22 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വരുന്നത്. സബീൽ പാർക്ക് അങ്ങ് പോകണം. ഇതാണ് പള്ളി കേട്ടോ. നല്ല രസം രാത്രി കാണാൻ. അത് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അവിടെ എത്താം. ഇനി ഇറങ്ങണം. അടുത്ത ക്രോസ്. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അകത്ത് കയറിയിട്ട് ഇരുന്നിട്ട് കാണിച്ചു തരാം. പള്ളി തൊട്ടപ്പുറത്താണ്. ഇതാണ് പള്ളി വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇനി അകത്ത് കയറുക, ഫുഡ് കഴിക്കുക. എല്ലാവരും ഇരുന്ന് ഇനി സീറ്റ് ഉണ്ടോ എന്നും കൂടെ നോക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിരുന്ന് ഇവിടെയാണ് കേട്ടോ. നമുക്ക് ഇപ്പം വെള്ളവും കിട്ടിയില്ല. ഇവനൊപ്പം ഇനി ഇതൊക്കെ കൊണ്ട് പിന്നെ ഷോറും കിട്ടും. നമ്മൾ അഫ്രീദ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ കേസ് നമുക്കിത് ആ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബീഫാണെന്ന് തോന്നുന്നു. അല്ല, ചിക്കൻ തന്നെ കേട്ടോ. ചിക്കൻ ബീഫ് ഇവിടെയും ഇങ്ങനെയാണ്. നമുക്കിത് 4 പേരും കൂടെ കയറി കഴിക്കുന്നത് ഈ ഒരു സംഭവം കേട്ടോ. 4 പേർക്ക് ഈത്തപ്പഴം അതിൻ്റെ അതിട്ടുണ്ട്. 4 പേർക്കുള്ള ഈത്തപ്പഴം. അപ്പോൾ ഇനി ബാങ്ക് വിളിക്കണം. നോയമ്പൊക്കെ മുറിച്ചത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അതിന് ആ പള്ളിയിൽ പോയി നിസ്കരിക്കുക. അപ്പോൾ ഞാനും അങ്ങോട്ട് പള്ളിയിലോട്ട് പോയി. ഇതാണ് പള്ളി. അവിടെ കയറി നിസ്കരിക്കുക. എന്തായാലും ഇക്കാമത്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോകണം. കൈയും കാലും ഒക്കെ കഴുകി ഒതുകൊടുത്ത് കയറണം. നമ്മളെ ബിൽഡിങ് അത് അവിടെയാണ് കേട്ടോ. തൊട്ടടുത്താണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ ഒരു റോഡ് ക്രോസ് ചെയ്താൽ മതി. ഭയങ്കര പാടാണ് ആ റോഡ് ക്രോസ് ചെയ്യാൻ. ഭയങ്കര ട്രാഫിക്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഇവിടെയാണ് ഫുഡ്. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. ഇത് കാർ പാർക്കിംഗ് അവിടെ ഇരുന്ന് കഴിക്കണം. നമ്മളെ ബിൽഡിങ് ആ ലൈറ്റ് ഇട്ടേക്കുന്ന ആ സ്ഥലത്തായിട്ട് വരും. അവിടെ ആയിട്ടാണ് ബിൽഡിങ്. ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കിട്ടും. പിന്നെ അപ്പുറം അല്ല. അപ്പോൾ വേറൊരു പള്ളി ഗൈസ്.
നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും. ഒരു നീല കളർ, ചെറിയൊരു നീല കളർ കാണും ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അവിടെ നേരെ കാണുന്ന ഡേറ്റ് കൊടുക്കും. ഓക്കെ, ഇത്രയുള്ള വീഡിയോ നമ്മളെ തൊട്ട് ബാക്ക് കാണുന്നതാണ് നമ്മളെ പള്ളി, നമ്മൾ പോയ പള്ളി. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ്, വലിയ വീഡിയോ എന്നല്ല, ചെറിയൊരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും 5 മിനിറ്റോളം നിൽക്കും. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇനിയും ഉണ്ട് കേട്ടോ കുറേ വീഡിയോ. അപ്പം എനിക്ക് വന്ന് നാളെ മറ്റന്നാൾ 27 രാവാണ്. എനിക്ക് കുറേ പള്ളി പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അല്ലാതെ ഞാൻ ഇപ്പോൾ എല്ലാ പള്ളിയിൽ പോകണ വീഡിയോ എടുത്തേനെ. 3-4 പള്ളിയുണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വണ്ടി പോകാനേ പറ്റുള്ളൂ. അപ്പം ആ ഒരു സമയമാകുമ്പോൾ പിന്നെ ഞാൻ കുടയും, അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാനാണ്. അപ്പം ഇത്ര ഉള്ള ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കലും. ചിലപ്പോൾ ഇനി അടുത്ത നമ്മൾ സബീൽ പാർക്കിലെ പള്ളിയിൽ പോകുന്ന വീഡിയോ ചിലപ്പം താമസിക്കാതെ വരും കേട്ടോ. അവിടെ പോയി വീഡിയോ പറഞ്ഞാൽ എടുക്കും. നല്ല പള്ളിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ലൈറ്റ് ഷോ ഉണ്ട്, അതായത് ഒരു പ്രൊജക്ടർ ലൈറ്റാണ് അവിടെ വെച്ചിട്ട് ആ പള്ളിയിലോട്ടടിക്കും. അങ്ങനെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അതിനെന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇത്ര ഉള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ ബൈ.